നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മെഴുക്കുവരട്ടിയാണ്. പാവയ്ക്ക മെഴുക്കുവരട്ടി. കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1.5 പാവയ്ക്കയും 3 സവാളയും, ഒരു വലിയ സവാളയും 2 ചെറിയ സവാളയും 5 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്കയും സവാളയും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറച്ച് വേണം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ സവോളയും പാവയ്ക്കയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാതെ പാവയ്ക്ക മാത്രം ചേർത്ത് കൊടുക്കണം. പാവയ്ക്കയെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ കയ്പ്പ് അല്പം കുറഞ്ഞു കിട്ടും. പാവയ്ക്ക ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. പാവയ്ക്ക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈ കറിക്ക് ഇച്ചിരി ടേസ്റ്റും കൂടും, കയ്പ്പ് അല്പം കുറഞ്ഞു നിൽക്കും. ഇനി ഈ സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഈ മെഴുക്കുവരട്ടി അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുന്നതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളിതിലേക്ക് പച്ചമുളക് ഓൾറെഡി ചേർത്തായിരുന്നു. ഇനി ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കയ്പില്ലെന്ന് പറയുമെങ്കിലും ഇത്തിരി കയ്പുള്ളൊരു അടിപൊളി പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.